ഹേയ് ഓൾ ഇറ്റ്സ് പഴനി യാത്ര പാർട്ട് 2. ഞങ്ങളങ്ങനെ പഴനിമല കയറി ഇറങ്ങി പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് അരുണിൻ്റെ നമ്മൾ ഐസ്ക്രീം ഷേക്കും അതുപോലെ കുൽഫിയൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം റൂമിൽ വന്നതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ പഴനിമലയിൽ ഫോൺ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ ഉണ്ടോ ചോദിച്ചു, ഇല്ല എന്നൊക്കെ പറഞ്ഞു കയറി. അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വെക്കുമ്പോൾ വഴിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോണും പിടിച്ച് സെൽഫി എടുക്കണോ, കുടുംബ ഫോട്ടോസ് എടുക്കണോ, വീഡിയോസ് എടുക്കണോ, എന്താണ് എടുക്കാതിരുന്നത് നമ്മളാരായി. ഡിന്നറിന് ആദ്യത്തെ നെയ് റോസ്റ്റ്, അച്ഛൻ ചപ്പാത്തി, ഞാനും അമ്മയും കോഫി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദ്യത്തെ കഴിക്കണേന്ന് ഞങ്ങൾ കുറച്ച് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിടന്നിറങ്ങി ഇതാ പിറ്റേ ദിവസം രാവിലെ നീച്ചിട്ട് ഇതാണ് ബാൽക്കണി എന്നുള്ള കാഴ്ച കേട്ടോ. പഴനിമലയിലെ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ തന്നെ വന്നു. ആദ്യം കോഫി കുടിച്ചു. ആദ്യത്തെ രാവിലെ തന്നെ ഏതോ കൊറിയൻ സീരീസ് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം കോഫി കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നെയ് റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നെയ് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. തമിഴ്നാടൊക്കെ വന്നാൽ ഫുഡൊക്കെ നമുക്ക് സെറ്റാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല. അത് കാരണം കൊണ്ട് അവിടെ ഓക്കെയാണ്. അപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മളെ കുഞ്ഞു ഗണപതിക്കും മുരുകനും കുറച്ച് പൂവൊക്കെ വാങ്ങി വെച്ചെടുത്തു. ഇനി നമ്മൾ പോണത് മധുരയ്ക്കാണ്. അപ്പം നമ്മൾ രാവിലെ നേരത്തെ തന്നെ പഴനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മധുരയിലേക്ക് പോവാണ് കേട്ടോ. മധുരയിലേക്ക് പോണ റൂട്ടിൽ ഒരുപാട് പരുത്തി കൃഷി കാണാൻ പറ്റും. എല്ലായിടത്തും പരുത്തി കൃഷിയാണ്. പിന്നെ ഇങ്ങനെ കുറേ ആടുകളൊക്കെ മേഞ്ഞ് നടക്കുന്ന ഒരുപാട് ഏരിയകളുണ്ടായിരുന്നു. അതേപോലെ ഈ കാണുന്നതൊക്കെ ഉള്ളിപ്പാടാണ് കേട്ടോ. ഉള്ളിക്കൃഷിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മധുരയ്ക്ക് പോകുന്നതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുങ്കുടി സാരീസിൻ്റെ കളക്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഞങ്ങൾ പൊതുവെ ഭയങ്കര സാരി പ്രേമികളാണ്. അപ്പോൾ ഇങ്ങനത്തെ സാരികൾ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണ് ഞങ്ങൾ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. ഇത് മധുര മാർക്കറ്റാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ്. ഡ്രൈവിങ്ങും അങ്ങനെ തന്നെയാണ്. അവർ നോക്കൂല, നമ്മൾ നോക്കിയാൽ അവർക്കും നഷ്ടപ്പെടാം, നമുക്കും നഷ്ടപ്പെടാം, അങ്ങനെയാണ്. പിന്നെ നമ്മൾ അവിടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോൾ നിറയെ ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നു. എല്ലാതും ജെല്ലിക്കെട്ടിൻ്റെ ആണ്. എല്ലാവരും ഫേസ് വെച്ചിട്ടൊക്കെയാണ് ഫ്ലെക്സുകൾ അടിച്ചിട്ടുള്ളത്. ആദ്യം മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി ജെല്ലിക്കെട്ടിൻ്റെയാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് പേരയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മധുര മാർക്കറ്റിൽ. അപ്പോൾ അത് വാങ്ങി കുറേ തിരഞ്ഞിട്ട് അവസാനം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടൽ കിട്ടി. ഉച്ച പറഞ്ഞാൽ 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ പേര് ഓർമ്മ ഉണ്ടായിട്ടും കാര്യമില്ല, ഫുഡ് നമുക്ക് പൊതുവേ ഇഷ്ടപ്പെടില്ല. ഒന്നാമത് തമിഴ് സ്റ്റൈൽ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ടായിരിക്കും. അന്ന് ഞാനും അമ്മയും ചിക്കൻ ബിരിയാണിയും അച്ഛൻ മട്ടൻ ബിരിയാണിയും ആദ്യത്തെ ചിക്കൻ നൂഡിൽസും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഒട്ടും കൊള്ളില്ല എന്നല്ല, പക്ഷെ നമ്മളുടെ ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഒന്നല്ല ഉള്ളത്, വേറൊരു ടേസ്റ്റാണ്. ഹോട്ടലിൻ്റെ തന്നെ കുറച്ച് അപ്പുറത്തൊരു പശുവിൻ്റെ ഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ നൈറ്റ് ആയപ്പോഴേക്ക് നമ്മൾ വീട്ടിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ അതുപോലെ കൂടുതൽ കുക്കിംഗ് റെസിപ്പീസുമായിട്ട് മറ്റു വീഡിയോസിൽ കാണാം. ടിൽ ദെൻ ബൈ.